Good morning. Today we are going to discuss pile erection methods. In pile foundations, installation process and method of installation are equally important as design process. Installation method and equipment should be carefully selected in order to avoid the damage to the pile. പൈൽ ഫൗണ്ടേഷന്റെ കേസിൽ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് അതുപോലെ ഏത് മെത്തേഡ് വഴിയാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നത് രണ്ടും ഡിസൈൻസ് പ്രോസസ്സിന്റെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസ്റ്റാളേഷൻ മെത്തേഡും എക്യുപ്മെന്റും നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ പൈലിന് അവിടെ ഡാമേജ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. We are having two type of pile erection methods or pile installation methods. Those are pile driving methods and boring methods. Pile driving methods are used for displacement piles and boring methods are used for non-displacement piles. We are having 5 type of pile driving methods: dropping wedge, vibration, jacking, jetting and finally explosion. In case of dropping wedge, a hammer which is having a weight equal to pile is raised to a suitable height and is released to strike the pile head. ഇവിടെ നമ്മളൊരു ഹാമർ, അതിന് ഏകദേശം പൈലിന്റെ അത്രത്തോളം തന്നെ വെയിറ്റ് വരുന്നുണ്ട്. അത് സ്യൂട്ടബിൾ ഹൈറ്റിലോട്ട് ഉയർത്തിയിട്ട് പൈൽ ഹെഡിൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദി ഇമേജ് ഓഫ് പൈൽ ഡ്രൈവിംഗ് യൂസിങ് ഹാമർ. Second method is vibration. The amplitude of the vibration used here is like that to break the skin friction along the sides of the pile. പൈലിന്റെ സൈഡിൽ സോയിൽ ഉണ്ടായിരിക്കും. ഈ സോയിൽ കാരണം അവിടെ സ്കിൻ ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സ്കിൻ ഫ്രിക്ഷനെ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആംപ്ലിറ്റ്യൂഡിലുള്ള വൈബ്രേഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. വൈബ്രേഷൻ മെത്തേഡ് ഈസ് preferred for sandy or gravelly type soils. വൈബ്രേഷൻ മെത്തേഡ് പ്രിഫർ ചെയ്യുന്നത് സാൻഡി അല്ലെങ്കിൽ ഗ്രാവലി ടൈപ്പ് സോയിൽസിനാണ്. തേർഡ് വൺ ഈസ് ജാക്കിംഗ്. ജാക്കിംഗ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ മൈക്രോ പൈൽസ്. ചെറിയ പൈൽസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജാക്കിംഗ് മെത്തേഡ് പ്രിഫർ ചെയ്യുന്നത്. ഹിയർ ഹൈഡ്രോളിക് റാംസ് ആർ യൂസ്ഡ് ടു പുഷ് ദ പൈൽ ഇൻ ടു ദ സോയിൽ. സോയിലിലോട്ട് ഹൈഡ്രോളിക് റാംസ് ഉപയോഗിച്ചിട്ടാണ് പൈലിനെ നമ്മൾ പുഷ് ചെയ്യുന്നത്. ഫോർത്ത് മെത്തേഡ് ഈസ് ജെറ്റിംഗ്. ഹിയർ വി ക്യാൻ യൂസ് വാട്ടർ ജെറ്റ് ടു എയ്ഡ് ദി പെനട്രേഷൻ ഓഫ് പൈൽ. പൈലിന്റെ പെനട്രേഷനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വാട്ടർ ജെറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സാൻഡ് ഗ്രാവൽ ടൈപ്പ് സോയിൽസ്. സാൻഡ് ഗ്രാവൽ ടൈപ്പ് സോയിൽസിലാണ് ഇത് പ്രിഫർ ചെയ്തിട്ടുള്ളത്. Sometimes we are also using explosion type method. ചില ടൈംസിൽ നമ്മൾ എക്സ്പ്ലോഷനും പ്രിഫർ ചെയ്യാറുണ്ട്. സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സ്പ്ലോസീവ് യൂസ് ചെയ്തിട്ടാണ് എക്സ്പ്ലോഷൻ മെത്തേഡ് ചെയ്യുന്നത്. ബോറിംഗ് മെത്തേഡ്സ്. In this we are having two options: continuous flight auger and under reaming. If boring and pouring take place simultaneously during pipe driving, then it is known as continuous flight auger. ബോറിങ്ങും പോറിങ്ങും ഒരേ സമയം നടത്തുക, അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ആണ് കണ്ടിന്യൂസ് ഫ്ലൈറ്റ് ഓഗർ. ഇവിടെ നമ്മൾ ഇടയ്ക്ക് പോർ ചെയ്ത് കൊടുക്കുന്നത് കോൺക്രീറ്റ് ആണ്. കണ്ടിന്യൂസ് ഫ്ലൈറ്റ് ഓഗേഴ്സ് ആർ പ്രിഫേർഡ് ഓൺ സോഫ്റ്റ് ഗ്രൗണ്ട്. കണ്ടിന്യൂസ് ഫ്ലൈറ്റ് ഓഗേഴ്സ് സോഫ്റ്റ് ഗ്രൗണ്ടിലാണ് യൂസ് ചെയ്യുന്നത്. The equipment consists of mobile base carrier fitted with hollow flight auger. This arrangement is rotated and is driven into the ground up to the required piling depth. ഈ ഒരു അറേഞ്ച്മെന്റിൽ ഒരു മൊബൈൽ ബേസ് കാരിയർ ഉണ്ടായിരിക്കും, അതുപോലെ ഒരു ഹോളോ ആയിട്ടുള്ള ഫ്ലൈറ്റ് ഓഗറും ഉണ്ടായിരിക്കും. നമ്മൾ ഈ ഒരു അറേഞ്ച്മെന്റിനെ റൊട്ടേറ്റ് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള പൈലിംഗ് ഡെപ്ത് എത്തുന്നത് വരെ. It is the working principle of continuous flight auger. First step is drilling. Second step is pumping concrete. Third step is withdrawal of auger while concreting occurs. Fourth image is the finished pile. ആദ്യം ഹോള് ഡ്രിൽ ചെയ്യുക, ആവശ്യത്തിനുള്ള കോൺക്രീറ്റ് അവിടെ പമ്പ് ചെയ്ത് കൊടുക്കുക,
ഈ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഓഗറിന്റെ വർക്കിംഗ് ഉണ്ടായിരിക്കില്ല. ഓഗർ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരിക്കും, മുകളിലോട്ട് വലിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് ഫ്ലൈറ്റ് എന്നുള്ള വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ലാസ്റ്റിലെ ഇമേജ് ഫിനിഷ്ഡ് ആയിട്ടുള്ള പൈലിന്റെ. സെക്കൻഡ് മെത്തേഡ് ഈസ് അണ്ടർ റീമിംഗ്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓഗർ ബോറിംഗ് പൈൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അണ്ടർ റീംഡ് പൈൽസ് എന്ന് പറയുന്നത് ബോർഡ് പൈൽസിൽ വരുന്ന കാസ്റ്റ് ഇൻസിറ്റു ടൈപ്പ് കോൺക്രീറ്റ് പൈൽസ് ആണ്. അതായത് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും ഇത്തരത്തിലുള്ള കോൺക്രീറ്റ് പൈൽസ്. നമ്മൾ ഹോള് ഡ്രില്ല് ചെയ്യുന്നു, എന്നിട്ട് ഈ പൈലിനെ നമ്മൾ അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. In case of under-reamed piles, along its length, bulbs or increased diameters are provided at some times in order to withstand the alternate expansion and contraction. Under-reamed pilesന്റെ കേസിൽ അതിൻ്റെ ലെങ്ത്തിൽ ഇടയ്ക്ക് നമ്മൾ ഒരു ബൾബ് പോർഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഈ ബൾബ് പോർഷൻസിന് ഡയമീറ്റർ കൂടുതലായിരിക്കും. സോയിലിൽ വരുന്ന ആൾട്ടർനേറ്റ് ആയിട്ടുള്ള എക്സ്പാൻഷനെയും കൺട്രാക്ഷനെയും വിസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദി ഇമേജ് ഓഫ് അണ്ടർ റിമിംഗ് ടൂൾ. ഓക്കെ, താങ്ക് യു.